ഫേസ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കണം എന്നുള്ളത് എല്ലാവരുടെ ആഗ്രഹമാണ് അല്ലേ. പക്ഷെ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട്, അതായത് നമ്മുടെ ലൈഫിൽ കുറെ തിരക്കുകളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടും നമുക്ക് പ്രത്യേകിച്ച് കെയർ ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും പലപ്പോഴും നമുക്ക് സ്കിന്നിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്ലെൻസിങ്ങിന്റെ പ്രാധാന്യവും വളരെ വലുത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ആ മേക്കപ്പ് റിമൂവ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്കിന്നിൽ പ്രോബ്ലംസ് കണ്ടു തുടങ്ങും. അപ്പോൾ ക്ലെൻസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വലുതാണ്. പുറമേ നിന്നുള്ള ക്ലെൻസേഴ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. പലതും നമ്മുടെയൊക്കെ സ്കിന്നിന് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നവയായിരിക്കാം, ചിലത് കെമിക്കൽസ് ഇറങ്ങിയിട്ടുള്ളവയായിരിക്കാം, മറ്റു ചിലത് മാത്രമായിരിക്കും നമ്മുടെ സ്കിന്നിൽ കുറച്ചെങ്കിലും നല്ലതായിട്ട് വർക്ക് ആവുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ചില ക്ലെൻസറുകൾ യൂസ് ചെയ്തിട്ടും നമുക്ക് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ക്ലെൻസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യൽ ക്ലെൻസറാണ് പാല്. ഈ പാല് നമ്മുടെ സ്കിന്നിലെ സുഷിരങ്ങളിലുള്ള അഴുക്കുകളും അതുപോലെ പൊടികളും ഒക്കെ നീക്കം ചെയ്യാനായിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചർമ്മ സുഷിരങ്ങളിലോട്ട് അടിഞ്ഞു കൂടുകയുമില്ല. നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ മോയ്സ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഫേഷ്യൽ ക്ലെൻസറിനായിട്ട് നമുക്ക് പാല് യൂസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും പോകുന്ന ഒന്നുകൂടിയാണ് ഈ പാൽ എന്ന് പറയുന്നത്. അടുത്തതാണ് വെളിച്ചെണ്ണ. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇട്ട് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്താൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആകുന്നതും കാണാനായിട്ട് പറ്റും. മാത്രമല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഓക്സിഡന്റ് ഇഫക്റ്റുകൾ തരാനായിട്ട് വെളിച്ചെണ്ണയ്ക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വരകളും ചുളിവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് മായ്ച്ചു കളയാനും വെളിച്ചെണ്ണയ്ക്കാകും. ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, വെളിച്ചെണ്ണ വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബദാം ഓയിലോ ഒലീവ് ഓയിലോ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. ബദാം ഓയിൽ ആണെങ്കിലും ഒലീവ് ഓയിൽ ആണെങ്കിലും കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ്, വരകള്, ചുളിവുകള്, നമ്മുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻസ് തുടങ്ങിയവയൊക്കെ മാറാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. മഞ്ഞള് നല്ലൊരു സൂപ്പർ ക്ലെൻസർ തന്നെയാണ്. നമ്മൾ മഞ്ഞൾ ഒരല്പം എടുത്ത് അതിലേക്ക് തേൻ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ആ പേസ്റ്റ് ഫേസിലിട്ട് കുറച്ചു നേരം വെച്ചിട്ട് കഴുകി മാറ്റിയാൽ നല്ല തിളക്കം ഫേസിന് കിട്ടും. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിലുള്ള അഴുക്കും അമിത എണ്ണയും നീക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിൽ ഫ്രീ റാഡിക്കൽ ഡാമേജിനെതിരെ പോരാടാൻ സഹായിക്കും. കൊളാജൻ ഉൽപാദനം ഉത്തേജിപ്പിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തരാനായിട്ടും മഞ്ഞളിനാകും. തക്കാളി വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളി അതിനായിട്ട് രണ്ടായിട്ട് മുറിച്ച് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഒരു ക്ലെൻസറാണ്. നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ കരിവാളിപ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ കരിവാളിപ്പൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇനി ഉണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടും ഒക്കെ തക്കാളിയുടെ നീര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രബ് പരുവത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് തക്കാളിയുടെ മേളിൽ കുറച്ച് പഞ്ചസാര തരികൾ, ഒരുപാടൊന്നും യൂസ് ചെയ്ത്, പഞ്ചസാര തരികൾ ആക്ച്വലി നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. വളരെ പ്രഷർ കുറഞ്ഞ രീതിയിൽ മാത്രം യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിൻ തക്കാളി എടുത്ത് ജസ്റ്റ് ഒന്ന് ഉരസി കൊടുത്താലും മതി. ഇത് നല്ലൊരു ക്ലെൻസർ പോലെയും പ്രവർത്തിക്കും. റോസ് വാട്ടർ നല്ല സൂപ്പർ ക്ലെൻസർ ആണ്. നമുക്കറിയാം വളരെ നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന റോസ് വാട്ടർ നമ്മുടെ ചർമ്മത്തിനെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ചർമ്മ സുഷിരങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്ക് നീക്കം ചെയ്യാനും റോസ് വാട്ടർ സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് ക്ലെൻസർ ആയിട്ടും ഒരു ടോണർ ആയിട്ടും റോസ് വാട്ടർ യൂസ് ചെയ്യാം. ക്ലെൻസിങ് എഫക്റ്റുകൾ തരുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ എടുക്കാൻ കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ്. ഇപ്പം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനാണെങ്കിൽ അതിന് ശേഷം നമ്മുടെ ഫേസ് വാഷിന് പകരമായിട്ട്, ടോണറിന് പകരമായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില പ്രോഡക്റ്റുകളാണ് ഇവയൊക്കെ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.